ഹായ് കൂട്ടുകാരെ, പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന മുതിർന്നവരായാലും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വിഷയമാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അത് നിങ്ങൾ തന്നെ അധ്വാനിച്ച് പഠിക്കുന്ന സമയം ഓരോരുത്തരുടെയും ഓരോ സമയമാണ്. ചിലർക്ക് എന്താ പറയുന്നത്, ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയം മതി. ചിലർക്ക് അത് കഴിഞ്ഞ് ഫ്രീ പീരീഡ് കിട്ടുമ്പോഴായിരിക്കും. ചിലർ ഇതൊന്നും ആയിരിക്കത്തില്ല, എക്സ്റ്റേണൽ പ്രോഗ്രാംസ് ആണെങ്കിൽ അതിൻ്റെ പുറകെയൊക്കെ ആയിട്ട് പോകും. പക്ഷെ അവരെന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ജയിക്കുന്നതാണ്. അവരെങ്ങനെയാണ് പരീക്ഷയ്ക്ക് ജയിക്കുന്നത് എല്ലാവരും ചിന്തിക്കും. അതെന്നുവെച്ചാൽ അവർക്ക് അവരുടേതായ ഒരു ടൈമിംഗ് ഉണ്ട്. ചിലപ്പോൾ അതൊരു പാതിരായിരിക്കും, ചിലപ്പോൾ നേരം വെളുക്കുന്ന സമയമായിരിക്കും, ചിലപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കിട്ടുന്ന ആ കുറച്ച് സമയമായിരിക്കും. അന്ന് പറഞ്ഞാൽ പലരുടെ ഐക്യു പല രീതിയിലാണ് മെമ്മറിയിലേക്ക് ക്യാച്ച് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ചിലർക്കത് മിനിറ്റുകൾ മതി, അല്ലെ സെക്കൻഡ്സ് മതി. ചിലർക്കത് മണിക്കൂറുകളോളം വേണം. അതിന് മണിക്കൂറുകളോളം ഇരിക്കുന്നത് പിള്ളേരോട് നമ്മൾ പറയുന്നത്, അല്ലെ ടീച്ചേഴ്സ് പറയുന്നത്, നിങ്ങളത് ശ്രദ്ധിച്ച് പഠിക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും, ഇത്രയും സമയത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. ചിലരത് പാട്ട് മുഖേനയും ചിലരത് ഓരോ കോയിൻസിഡൻസ് വെച്ചായിരിക്കും പഠിച്ച് ഓർത്ത് വെക്കുന്നത്. പരീക്ഷയ്ക്ക് കൂടുതലും ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ളതും എഴുതി വെച്ചാലേ പരീക്ഷയ്ക്ക് ജയിക്കത്തുള്ളൂ. അപ്പോൾ അത് മിക്കവരും എന്താ ചെയ്യുന്നത്, അത് ഒരു കോയിൻസിഡൻസ് പോലെ എല്ലാം കണക്ട് ചെയ്ത് വെക്കുക, എന്ത് പഠിക്കുന്നതും എന്ത് കാര്യങ്ങളും. അപ്പോൾ അത് എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് എക്സാം പേപ്പറിൽ എഴുതാനും പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന മാർക്ക് എന്താണോ അതിലും നന്നായിട്ട് മേടിക്കാനും പറ്റും. ഇതാണ് ഇന്നത്തെ എൻ്റെ മെസ്സേജ്.